അപ്പോൾ ഇത്തവണ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പുതിയ ഷേപ്പിലുള്ള ഫോർച്യൂണർ ആട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു സിഗ്മ 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 4x2 ഓട്ടോമാറ്റിക്കിലുള്ള ഒരു പുതിയ ഷേപ്പിലെ ഫോർച്യൂണറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള മുതൽ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം, എനിക്കൊരു 10 മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 മെസ്സേജും ടൊയോട്ടയുടെ ഇന്നോവ ചോദിച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ഇന്നോവ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ ഷേപ്പിലുള്ള ഇന്നോവ 2015 അല്ലെങ്കിൽ 16 തുടക്കത്തിൽ കുറച്ച് വണ്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10 കൊല്ലം വരെ നമുക്കിവിടെ ഡൽഹി വാഹനങ്ങൾ ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 15 കുറച്ച് വണ്ടികൾ മാത്രമാണ് ഡൽഹിയിൽ ബാക്കി കിടക്കുന്നത്. അതിന് തന്നെ അത്യാവശ്യം നല്ല വിലയും ഈ ഒരു മാർക്കറ്റിൽ ചോദിക്കുന്നുണ്ട്. സ്വസ്ഥമായിട്ട് കിടക്കുന്ന ഈ പട്ടിയെ നമുക്ക് ഓടിച്ച് വിട്ടാലോ? പോടോ, ഒരു വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഇന്നോവ 2015 മോഡൽ, ആ 15 മോഡൽ വി ഓപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9 lakhs വരെ ഡൽഹി മാർക്കറ്റിൽ ഇപ്പോൾ പ്രൈസ് ചോദിക്കുന്നുണ്ട്. കാരണം വണ്ടികൾ കുറവാണ്. പക്ഷേ ഈ ഒരു വാഹനങ്ങൾ വാങ്ങാൻ നമ്മുടെ സൗത്തിലെ ആളുകൾ ധാരാളം ഉണ്ട് താനും. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള നമുക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്നോവ പോകുന്നതെന്നുള്ള. ഒരിക്കലുമല്ല, കർണാടകയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്നോവ ഡൽഹി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ ഇന്നോവയ്ക്ക് അത്യാവശ്യം നല്ലൊരു വിലയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇവിടുന്ന് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഒരു 9 lakhs ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പ്രൈസിൽ വേണമെങ്കിൽ കർണാടകയിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാം. കാരണം അവിടെ നല്ല റേറ്റിന് ആ വാഹനം വിൽക്കാൻ പറ്റും. കുറച്ച് കാലം ഉപയോഗിക്കുക, അവർക്ക് ആ ഒരു റേറ്റ് അതിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് വിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഇന്നോവ കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇന്നോവ ചോദിച്ച് എന്നെ വിളിക്കുന്നവരോട് പറയാനുള്ളൊരു മെസ്സേജാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു വാഹനം നല്ലൊരു റേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ യൂസ്ഡ് കാറിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏതായാലും അതൊക്കെ വിട്ടേക്ക് നമുക്ക് ഇന്നത്തെ ഈ ഒരു വാഹനത്തിലേക്ക് വരാം. 2017 മോഡൽ 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ 1,31,000 ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് ടൊയോട്ട കമ്പനി സർവീസ് റെക്കോർഡുള്ള, യാതൊരു രീതിയിലുമുള്ള ആക്സിഡൻറ്റോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു കിടിലൻ വാഹനമാണ്. ഈ ഒരു വാഹനത്തിനും ഇപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറി ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നോവ കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് ക്രിസ്റ്റ, അതുപോലെ തന്നെ ഈ ഒരു 16, 17 പുതിയ ഷേപ്പിലുള്ള ഫോർച്യൂണറൊക്കെ കിട്ടാൻ കുറച്ചൊരു ടൈറ്റും ഉണ്ട്. കാരണം ആളുകൾ ആവശ്യക്കാർ ഇതിനും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ വിലയും ഇന്നത്തെ വിലയായിരിക്കില്ല അടുത്ത മാസം കൊടുക്കേണ്ടി വരിക, അതിനെക്കാട്ടും കുറച്ചധികം കൊടുക്കേണ്ടി വരും. കാരണം ഇന്നോവയൊക്കെ ഞാൻ ഒരു 4 കൊല്ലം മുന്നേ ഉള്ള വിലയല്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും കുറയുന്നില്ല. അപ്പോൾ അതേ സ്ഥിതി തന്നെയാണ് ഈ ഒരു പുതിയ ഷേപ്പിലുള്ള ഫോർച്യൂണറിനും ഇനിയും സംഭവിക്കാൻ പോകുന്നത്. വില ഡേ ബൈ ഡേ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും, കുറയൂല. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ട. അതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പറയുകയാണ്. എൻ്റെ ബോഡിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബമ്പറിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്നൊഴികെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ത്രൂ ഔട്ട് കമ്പനി സർവീസിൽ പോയ വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നല്ലൊരു എൻജിൻ ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ലൊരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, വീഡിയോയ്ക്കകത്ത് തന്നെ കാണാമല്ലോ, ബോഡി വൈസ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട് അറിയാം, പുതിയ ഫോർച്യൂണറിനകത്ത് ബട്ടൺ ഇലക്ട്രിക്കലി ഓപ്പണബിൾ ഡിക്കിയാണുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ പുറകെ സൈഡിലൊന്നും വേറെ ആക്സിഡൻറ്റിൻ്റെ ലക്ഷണങ്ങളോ ഒന്നുമില്ല. നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഫോർച്യൂണർ. ഈ കിടക്കുന്നൊരു വാഹനം എന്താ പറയുക, നമുക്ക് വേറെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. സീറ്റൊക്കെ ആണെങ്കിലും ആ ഒരു സ്റ്റോക്ക് സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് നല്ല വൃത്തിയുണ്ട്. ഇതിനെ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ജസ്റ്റ് ഒരു ബട്ടണിൻ്റെ മുകളിൽ തന്നെ അത് ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ 4 ടയറും ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ഒരു 80% മുകളിൽ ത്രെഡ് അവൈലബിൾ ആയിട്ടുള്ള ടയറാണ് കേട്ടോ. ഈ ഗ്ലാസ്സൊക്കെ ഞാൻ ഇൻഡിവിജ്വലി ഓരോ ഗ്ലാസും ഓരോ ഡോറും ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിക്കി ഡോറും ഒറിജിനൽ തന്നെയാണ്. ക്വാർട്ടർ ഗ്ലാസ്, BH ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസും ഈ 2 ഡോറും ഒറിജിനൽ തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പേസ്റ്റിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഉൾഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കുന്ന സമയത്ത് തന്നെ അറിയാം,
സീറ്റിൻ്റെ ഒരു കണ്ടീഷൻ, അതുപോലെ തന്നെ റൂഫ് നോക്കാം, ഡോർ പാഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ എല്ലാം അതിൻ്റേതായ ഒരു ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. യെസ്, ഫ്രണ്ട് ഭാഗത്തും ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺസിന് തേയ്മാനമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു വാഹനത്തിൻ്റെ ആ ഒരു യൂസേജൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വാഹനമൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ ബട്ടണിൻ്റെ മുകളിലൊന്നും വലിയ എന്താ പറയുക തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പവർ വിൻഡോയുടെ ബട്ടൺസൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺസും നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മുകളിലെ ബട്ടൺസും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്, 4x2 ഓട്ടോ ആണ്. അപ്പോൾ ഈ ഒരു പുതിയ ഫോർച്യൂണിൽ തന്നെ 4x4 സിഗ്മ 4 വരുന്നുണ്ട്. അപ്പോൾ ഇത് 4x2 ഓട്ടോമാറ്റിക് ആണ്, 2017 ആണ്. കിലോമീറ്റർ 1,31,000 ആണ് ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 1,23,000 വരെ, 23-24 ആ റേഞ്ചിൽ വരെ കറക്റ്റ് ത്രൂ ഔട്ട് ടൊയോട്ട കമ്പനിയിൽ നിന്ന് സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. ആകെ ഇതിനകത്ത് ബമ്പറിൻ്റെ ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ കമ്പനി ചെയ്തിട്ടുള്ളൂ. വേറെ മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നും കമ്പനിയിൽ നിന്ന് സർവീസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒന്നും സംഭവിക്കാത്തൊരു വാഹനം കൂടിയാണ്. വീൽ ആർച്ചിൻ്റെ മുകളിലൊക്കെ കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ബമ്പർ കോർണറിലൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും എൻജിൻ റൂമും കൂടി നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല കനമുള്ള ബോണറ്റാണ് കേട്ടോ ഈ ഒരു ഫോർച്യൂണറിന് പുതിയ മോഡലിന് വരുന്നത്. പഴയതിന് ഇത്ര കനമില്ല, കാരണം ബോണറ്റിൻ്റെ സൈസ് തന്നെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചും കൂടി പഴയതിനേക്കാളും വലുപ്പം ഹെവി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റോ അങ്ങനെ മറ്റു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തൊരു വാഹനമാണ്. ആപ്രോൺ ഭാഗങ്ങളിലേക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റേഡിയേറ്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ എന്താ പറയുക ക്രോസ് ബമ്പർ, ഇങ്ങനെയൊന്നും യാതൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത വാഹനമാണ്. കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിൻ്റെ മുകളിൽ. ബോണറ്റും ഒറിജിനൽ ബോണറ്റാണ്, മാറാത്ത ബോണറ്റാട്ടോ. ചെളിയാണ്, ഇതൊക്കെ ചെളി കാര്യങ്ങളാണ്, അതല്ലാതെ വേറെ തുരുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി വർക്കിംഗ് ആട്ടത്. ബമ്പറിന് ഈ ഒരു ഫ്രണ്ട് ബമ്പറിന് ഇവിടെയും ചെറിയൊരു ടച്ചപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ വർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി എല്ലാം നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളേതായ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഏറി വന്നാൽ ഇപ്പോൾ ഈ ഒരു ബമ്പർ ടച്ചപ്പ് എല്ലാം കൂടി ഒരു 10,000 രൂപയുടെ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോളിഷിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല സെറ്റ് വണ്ടിയായിട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 21,50,000 രൂപയാണ്. ചെറിയ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻസ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 2017 സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഒന്നും സംഭവിക്കാത്ത വാഹനമാണ്. ഞാൻ ഇതിൻ്റെ RC ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. RCയും സ്പെയർ കീ, ഇതാണ് അതിൻ്റെ സ്പെയർ കീ വരുന്നത്. സ്പെയർ കീ യൂസ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആ ഒരു വണ്ടി വാങ്ങിയ സമയത്തുള്ള ആ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കളഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ എനിക്കൊന്ന് സ്പെയർ കീ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലോസ് ചെയ്തതിൻ്റെ ലെറ്ററും കൂടി ഉണ്ട്. ഞാനത് നേരത്തെ നോക്കിയ സമയത്ത് ഇവിടെ തന്നെ വെച്ചതാണ്. ടൊയോട്ടയുടെ ലോൺ തന്നെയായിരുന്നു. RCക്കകത്ത് വരുന്ന രജിസ്ട്രേഷൻ ഡേറ്റ് 25/7/2017 ആണ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിളാണ്. സൂപ്പർ വൈറ്റ് ആണ് കളറ് വന്നിട്ടുള്ളത്. മാനുഫാക്ചറിങ് ഡേറ്റും 7-ാം മാസം തന്നെയാണ്, 2017 7-ാം മാസം തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള ഡീസൽ വാഹനമാണ്. രജിസ്ട്രേഷൻ വാലിഡിറ്റി എന്ന് പറയുന്നത് 24/7/2032 വരെയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 7 ആണ്, 7 സീറ്ററാണ്. DL14 സൂരജ് മാൾ വിഹാറാണ് ഇതിൻ്റെ RT ഓഫീസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്ഥിതികൾ. 2017 സിംഗിൾ ഓണർഷിപ്പ്, 1,31,000 ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനം. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ലൊരു വൈറ്റ് കളറുള്ള 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. വാഹനം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഡൽഹിയിലാണ്. ഇവിടുത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് 21.50 lakhs ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഏതായാലും ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നത്. നമുക്ക് ഏതായാലും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.